ഈ കാണുന്നത് ഈ ക്വാർട്ടേഴ്സുകളും മറ്റുള്ള സെറ്റിൽമെൻറ്റുകളൊക്കെ ആയിരുന്നു. ഒരു 70 കൊല്ലം മുമ്പുള്ള ഒരു സംസ്കാരമാണ് ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 70 വർഷം മുമ്പുള്ള ഒരു സംസ്കാരമാണ്. ഇവിടെ ഒരു 80-90 വർഷത്തെ കുടിയേറ്റ, ഏകദേശം 100ഓളം വർഷത്തെ കുടിയേറ്റ ചരിത്രമുണ്ട്. പക്ഷെ അന്നൊക്കെ ഇതിനേക്കാളും ഭേദമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. കുറച്ചുകൂടി ക്രൗഡഡ് ആയിരുന്നു. ആ കാണുന്ന പീക്ക് കണ്ടോ, അതേപോലെ ആയിരക്കണക്കിന് കൊടുമുടികൾ ഈ അട്ടപ്പാടി മേഖലയിലുണ്ട്, ആയിരക്കണക്കിന്. അപ്പോൾ അതിൻ്റെ താഴ്വാരങ്ങളിലൊക്കെ നമ്മൾ വിചാരിക്കും നല്ല സ്റ്റീപ്പാണെന്ന്. പക്ഷേ മുകളിലേക്ക് കയറി ചെല്ലുന്തോറും മനസ്സിലാവും ഏകദേശം കുറച്ച് നിരപ്പുള്ള ഭാഗങ്ങളൊക്കെ ഒരുപാടുണ്ടെന്ന്. ആ നിരപ്പുള്ള ഭാഗങ്ങളാണ് ശരിക്കും ജലസംരക്ഷണത്തിന് ചെറിയ ചെറിയ കുളങ്ങളോ മണ്ണൊലിപ്പ് തടയാനുള്ള മാർഗങ്ങളും ആവും. കുറച്ച് കുളങ്ങളൊക്കെ ചെറിയതായിട്ട് സെറ്റിൽ ചെയ്ത മണ്ണും ഈ കല്ലൊക്കെ വെച്ച് സെറ്റിൽ ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ജണ്ടകെട്ടും എന്നുള്ള ജണ്ടയല്ല, അതിനെന്താ പറയുക, വേറെ ഒരു വാക്കാണ് പറയുന്നത് ഫോറസ്റ്റിൻ്റെ ഭാഷയിൽ. അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജലം സംരക്ഷിക്കാൻ പറ്റും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുടിക്കാനുള്ള വെള്ളവും കിട്ടും. കിണർ കുത്തി ചെറിയ കിണർ തന്നെ കുഴിച്ചിട്ട് തന്നെ വെള്ളം കിട്ടുന്ന രീതിയിലേക്ക് ഭൂഗർഭം ഇറങ്ങി, ഭൂഗർഭത്തിലേക്ക് വെള്ളം ഇറങ്ങും. അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. എന്തായാലും സൂപ്പർ. ഈ നിൽക്കുന്ന മരം കണ്ടോ, ഇത് ഈട്ടിയാണ്. നെല്ലിയാമ്പതി ഏരിയയിൽ കൂടുതലും തേക്കാണെങ്കിൽ അട്ടപ്പാടി ഏരിയയിൽ ഈട്ടിയാണ്. ഫുള്ളായിട്ട് ഈട്ടിയാണ്. ഈട്ടിക്ക് നല്ല കാതലും നല്ല കളറുള്ള ഗ്രെയിൻസുള്ള ഈട്ടിയാണ്. ഈ കൂടുതലും മണ്ണുള്ളത് കൊണ്ടാണ് ഈട്ടി വളരാൻ കൂടുതൽ സാധ്യത. കാരണം നല്ല മണ്ണുണ്ടെങ്കിലാണ് ഈട്ടി പെട്ടെന്ന് വളർന്ന്, അതൊരു പ്രത്യേക മണ്ണാണെങ്കിൽ നല്ല കാതലുണ്ടാവും. ഈ അട്ടപ്പാടി പ്രദേശം എന്ന് പറഞ്ഞാൽ സൈലൻറ്റ് വാലി, മുക്കാലി, അകളി, ആനക്കട്ടി, ഷോളയൂർ, ചിറ്റൂർ, ഗുളിക്കടവ്, മുക്കാലി, ജെല്ലിപ്പാറ മൊത്തം ഉൾപ്പെടുന്ന ഒരു പ്രദേശം. ഏകദേശം 1500ഓളം ചതുരശ്ര കിലോമീറ്റർ വരുന്ന പാലക്കാട് ജില്ലയുടെ 1/3 വരുന്ന പ്രദേശം. എനിക്ക് തോന്നുന്നു കേരള ജനസംഖ്യ 3,40,00,000 ഉണ്ടെങ്കിൽ എറണാകുളം പോലെ ഒരു സെറ്റിൽമെൻറ്റ്, എറണാകുളം, കളമശ്ശേരി, ഇവിടെ ഫോർട്ട് കൊച്ചി, പിന്നെ ആ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന സെറ്റിൽമെൻറ്റിൽ ഏകദേശം 20 ലക്ഷത്തോളം ആളുകൾ, ഏകദേശം 100 ചതുരശ്ര കിലോമീറ്റർ താഴെ വരുന്ന പ്രദേശത്ത് 20 ലക്ഷത്തിലധികം ആളുകളാണ് അവിടെ അധിവസിക്കുന്നത്. ആ ഒരു തരത്തിലുള്ളൊരു പോപ്പുലേഷൻ ഡെൻസിറ്റി നമ്മൾ അട്ടപ്പാടിയിൽ കണക്കൂട്ടുകയാണെങ്കിൽ, ഈ 1500 ചതുരശ്ര കിലോമീറ്ററിൽ കണക്കൂട്ടുകയാണെങ്കിൽ കേരള ജനസംഖ്യ 3,40,00,000, 3.5 കോടി ഉണ്ടെങ്കിൽ അത് മൊത്തം ഇവിടെ ഉൾക്കൊള്ളാൻ സാധിക്കും. ഈ അട്ടപ്പാടിയെ സംബന്ധിച്ചുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഈ ഒരു ദിവസം കൊണ്ട് കൃത്യമായിട്ട് വിലയിരുത്തുന്നത്, ഇവിടെ ഈ മലകളിൽ പാറകൾ കുറവാണ്, മൊത്തം മണ്ണാണ്. മണ്ണിനുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മാസത്തോളം മഴ പെയ്യുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കുഴികൾ കുത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ വെള്ളം ഭൂമിയിലേക്ക് ഇറങ്ങുകയും ഭൂഗർഭജലം കൂടുകയും എവിടെ കിണർ കുഴിച്ചാലും വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത ഒരു കാര്യം ഇവിടെ വരും. ഈ മണ്ണായതുകൊണ്ട്. മണ്ണ് നല്ല മണ്ണാണത് ശരിക്കും. മണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 100-200 അടിയെങ്കിലും താഴ്ചയിൽ മണ്ണാണ്. അപ്പോൾ ഭൂഗർഭജലവും സാധാരണ രീതിയിൽ കിണർ വെള്ളവും കിട്ടാനുള്ള സാധ്യതകൾ, അത് മഴക്കാലത്ത് അത് വെറുതെ സംരക്ഷിക്കാനുള്ളൊരു വഴി മാത്രം ഉണ്ടാക്കിയാൽ മതി. അങ്ങനത്തെ ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അത്രയ്ക്ക് ഫെർട്ടൈലായിട്ടുള്ള ലാൻഡാണ് ഈ അട്ടപ്പാടി പ്രദേശം. ഏകദേശം ഒരു 50 തെങ്കര മണ്ണാർക്കാടിൽ നിന്ന് ആനക്കട്ടി വരെ 50ഓളം ചതുരശ്ര 50 കിലോമീറ്റർ നീളത്തിൽ കിടക്കാണ്. ഏകദേശം അത്ര തന്നെ വീതിയിലുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി 1500 ചതുരശ്ര കിലോമീറ്റർ ഒട്ടും കുറയില്ല. പാലക്കാട് ജില്ലയുടെ 1/3 തന്നെ വരും. വനനിബിഡമാണ്. അത് ഏറ്റവും കൂടുതൽ ഈട്ടി പോലെയുള്ള മരങ്ങളാണ് കൂടുതൽ ഇവിടെ. നല്ല മണ്ണാണ്. അതുകൊണ്ട് മാത്രമല്ല കൃഷി മേഖലയ്ക്ക് ഏറ്റവും സൗകര്യമാണ്. പിന്നെ ക്ലൈമറ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 17 ഡിഗ്രി മുതൽ 30 ഡിഗ്രി താഴെ വരെ ക്ലൈമറ്റ് നിൽക്കുകയുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, മനുഷ്യന് ഏറ്റവും ഉപകരിക്കുന്ന ക്ലൈമറ്റാണ്. പിന്നെ ഓക്സിജൻ, നല്ല വായു, നല്ല വെള്ളം, നല്ല പ്രകൃതി, അത്യാവശ്യം എല്ലാം ഉണ്ട്. പക്ഷേ ഇതിനെ നമ്മൾ എങ്ങനെ പ്രൊമോട്ട് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യം, ഏറ്റവും വലിയ തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ വന്യമൃഗശല്യമാണ്. വന്യമൃഗശല്യം എന്ന് പറഞ്ഞാൽ വളരെ മൂർധന്യമായിട്ടുള്ളൊരവസ്ഥയിലാണത്. ഇപ്പോൾ ഇവിടെ കൃഷികളൊക്കെ കുറേ ഉപേക്ഷിച്ച് പോകുന്നത് വന്യമൃഗശല്യം കൊണ്ട് തന്നെയാണെന്നാണ് പറഞ്ഞു കേട്ടത്. പിന്നെ ക്ലൈമറ്റ് വേരിയേഷൻ ഉണ്ട്. ക്ലൈമറ്റ് വേരിയേഷൻ കൺട്രോൾ ചെയ്യാനുള്ള നൂതന മാർഗ്ഗങ്ങളൊക്കെ നമുക്കുണ്ട്. അതനുസരിച്ച് കൃഷിയിൽ മാറ്റം വരുത്താം. പക്ഷേ
വന്യമൃഗശല്യം മനുഷ്യൻ കൺട്രോൾ ചെയ്തേ മതിയാവും, സർക്കാർ കൺട്രോൾ ചെയ്തേ മതിയാവും. 100% കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ആളുകളൊക്കെ കൂടി ഇറങ്ങിക്കൊണ്ടിരിക്കും. ഇപ്പോൾ പാലാ, മൂവാറ്റുപുഴ, തൊടുപുഴ, തിരുവിതാംകൂറിൽ നിന്ന് വന്ന ആളുകളൊക്കെ ഇവിടെ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വന്യമൃഗശല്യം കാരണം കുറേ ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തെങ്ങിന് കേട് ബാധിക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ അത്ര മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ അട്ടപ്പാടി ഏരിയ. അപ്പോൾ അതിനെ പ്രൊമോട്ട് ചെയ്യാനും അതിനെ ഉൾക്കൊള്ളാനും സർവോപരി ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്നറിയാനായിട്ട് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യണ്ടേ. എക്സ്പീരിയൻസ് ചെയ്യണമെങ്കിൽ ഒരു 2 ദിവസം കണക്കാക്കിയിട്ട് ഈ അട്ടപ്പാടി ഏരിയയിലേക്ക് വന്ന് 2 ദിവസം സ്റ്റേ ചെയ്ത് മൊത്തം കറങ്ങി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാവും. അത്രയ്ക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു പ്ലേസ്. അപ്പോൾ എല്ലാവർക്കും അട്ടപ്പാടി ഏരിയയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അഗളിയിൽ നിന്ന് ഒരു 8 കിലോമീറ്റർ അകലെ ചിറ്റൂർ അടുത്താണ്. ഷോളയൂർക്ക് പോകുന്ന വഴിക്കുള്ള ചിറ്റൂർ ഏരിയയിലാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. കാണുന്നത് കുരുമുളക് കൊടികളാണ്. ആ മരത്തേലൊക്കെ കുരുമുളക് കയറിയിട്ട്. പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റിൽ ഇപ്പോൾ കാര്യം വലിയ ചൂടില്ല. പക്ഷേ ഒരു 12 മണിയാകുമ്പോഴേക്കും നല്ല ചൂട് തുടങ്ങും. ഈ ചൂട് എല്ലാവരുടെയും ബാധിച്ചിട്ടുണ്ട്. ഈ മലയോര മേഖലയിലും ചൂട് കൂടിക്കൊണ്ട് ക്ലൈമറ്റിൽ ചെറിയ മാറ്റങ്ങൾ വന്നുകൊണ്ട് ഇവിടെയൊക്കെ അത്യാവശ്യം ഒരു നല്ല തണുപ്പ് നിൽക്കേണ്ട സ്ഥലമാണ്. പക്ഷെ അത് ദോഷമായിട്ട് വരുന്നേക്കാണ്. അതായത് ചൂട് കൂടിയിട്ട് ദോഷമായിട്ട് നടക്കും. കുരുമുളകിൻ്റെ പ്രൊഡക്ഷനൊക്കെ കുറവാണ് ഞാൻ അന്വേഷിച്ചപ്പോഴും. അല്ലാത്ത വർഷം മനോഹരമായിട്ടുള്ള ഈൽഡുള്ള സ്ഥലം. എങ്കിൽ കൂടി ഏല കൃഷി ചെയ്യുന്നുണ്ട്. ഈൽഡ് കുറവാണെങ്കിലും ഒരു മിനിമത്തിൽ കുറേ കാര്യമുണ്ട്. ഇത് ഈ കാണുന്നത് ഫോറസ്റ്റ് സ്റ്റേഷനാണ്, ഷോളയൂർ ഫോറസ്റ്റ് സ്റ്റേഷൻ. നല്ല ഗ്രീനറി ഉള്ള നല്ല പ്ലേസിലാണ് ഫോറസ്റ്റ് സ്റ്റേഷൻ സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത്. നല്ല രസമായിട്ടുള്ള സ്ഥലം ഷോളയൂർ അട്ടപ്പാടി. അഗളിയിൽ നിന്ന് 16-17 കിലോമീറ്റർ. എല്ലാവർക്കും സ്വാഗതം.